ഇനി ഞങ്ങളെല്ലാരും നാട്ടുമാങ്ങ പെറുക്കാനായിട്ട് ഇറങ്ങിയതാണ്. ബിയമോളും പിന്നൊക്കെ വേഗം പെറുക്കുന്നുണ്ടല്ലേ, നമ്മള് കൊട്ടയിലിട്ട പെറുക്കിയൊക്കെ. അപ്പൊ നമുക്ക് നല്ല അടിപൊളി നാട്ടുമാങ്ങ, ചെറിയ മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പൊ ഇന്നിതാ ഒരാളും കൂടെ നമ്മളിപ്പോ മാങ്ങ പെറുക്കാനായിട്ട് വന്നിട്ടുണ്ട്, നമ്മളെ പാത്തുമാത്ത കേട്ടോ. പാത്തുമാത്ത നോക്കി, പാത്തുമാത്ത കുറെ ശേഷമാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്നത്. ആദ്യം സ്ഥിരമായിട്ട് നമ്മളെ വീട്ടിൽ നിൽക്കുന്നതിന് പാത്തുമാത്ത ഉമ്മാനെ സഹായിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ നാട്ടുമാങ്ങയൊക്കെ പെറുക്കിക്കൊണ്ട് കൊടുത്താല് ഇതൊക്കെ വെള്ളത്തിലിട്ട് പുഴുങ്ങി തരല് പാത്തുമാത്തയാണ്. അപ്പൊ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണ എന്താ, വെള്ളത്തിലിട്ട് പുഴുങ്ങല്ലേ. ആ ഐറ്റാണ് നമ്മൾ മാങ്ങ പെറുക്കിയിട്ട് ഉണ്ടാക്കാൻ പോണേ. ഇതാ പാത്തുമാത്തയും കുറച്ച് പെറുക്കിക്കുന്നു കേട്ടോ. ഇവിടുത്തെ ബക്കറ്റ് കിട്ടി. നമ്മളിവിടെ ഉള്ള ഏതെല്ലാം ബക്കറ്റും പാത്രമൊക്കെ എവിടെയെന്നൊക്കെ ഞങ്ങൾക്ക് അറിയുന്നതിനെക്കാട്ടി കൂടുതൽ പാത്തുമാത്തൊക്കെ ഇങ്ങനെ അറിയാം. അപ്പൊ പിന്നെ കുറെ ആയി പാത്തുമാത്ത വന്നിട്ടില്ലേ, ഞങ്ങൾ അതും കൂടെ പെറുക്കട്ടെ. ഇപ്പൊ മാങ്ങിക്കായപ്പോ ഇങ്ങനെ വന്നതല്ലേ. ഇത്രയും ഫിനും ഞാനും ബിയൊക്കെ ഇവിടെ പെറുക്കി ആക്കിയിട്ടുണ്ടാ. നല്ല ചെറിയ മാങ്ങ അല്ലേ. ഇതില് തൊലി കഴിഞ്ഞ ഒരൊറ്റ രണ്ടി അത്രേ ഉള്ളൂ, കുറെ കായമ്പൊന്നും ഉണ്ടാവില്ല. കഴിയാനായി മാങ്ങ. നമ്മുടെ നാട്ടുമാങ്ങയൊക്കെ നേരത്തെ ഉണ്ടാവും ചെയ്യും, വേഗം കഴിയും ചെയ്യും. നമ്മൾ മാവൊന്ന് കാണിച്ചു കൊടുക്കാം. അത് കാണുന്നുണ്ടോ, വലിയ മാവാ. മാവിന് എടുക്കണം. നമ്മളെ എത്ര മുന്നുള്ള മാങ്ങ അല്ല മാവാ. പിന്നെ ഇതാ ഇവിടെയൊക്കെ വീണ് പൊട്ടിക്കിടക്കുന്നുണ്ട്. ഇത് നല്ല ഹൈറ്റിൽ നിന്ന് വീഴുന്നോണ്ടേ ഇതൊന്നും പറ്റൂല, ഒക്കെ പൊട്ടിയുണ്ട്. പൊട്ടിയതങ്ങനെ ഇട്ടിട്ട് കേടായി പോയതാ. അത് ഉയർത്തുന്ന വരുന്നല്ലേ, നല്ല ഉയർത്തുന്ന വരുന്നല്ലേ. അപ്പൊ നമുക്കിതേ നല്ല വൃത്തിയിൽ കഴുകി എടുക്കാം. അത് അങ്ങോട്ട് പോവല്ലേ, വെറുതെ ഞാൻ എടുത്തോളാം. പോരെ എല്ലാവരും വരി. ഇനി നമുക്ക് അടിപൊളിയായിട്ട് മാങ്ങ വെള്ളത്തിട്ട് പുഴുങ്ങാം. അപ്പൊ നമ്മള് 2-3 വട്ടം കഴുകി നല്ല മണ്ണൊക്കെ കളഞ്ഞിട്ട്, കുറെ മണ്ണുണ്ടായിരുന്നു ചെറിയിലൊക്കെ, വൃത്തിയാക്കിയതാ ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. നമ്മളെല്ലാം മാങ്ങി എടുത്തില്ല കേട്ടോ, നമ്മൾ പുഴുങ്ങാനുള്ള ആവശ്യത്തിനുള്ള മാത്രം എടുത്തിട്ടുള്ളൂ. ബാക്കി പാത്തുമാത്തൊക്കെ കൊണ്ടുപോകണം അല്ലേ. അപ്പൊ ബാക്കി പാത്തുമാത്ത കൊണ്ടുപോകാനായിട്ട് വെറുക്കത്തില് കൊടുക്കുക. അതാ ഇത്രയുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി പോയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മളെ ഈ മൺചട്ടിയിൽ ഇട്ടിട്ടാണ് ഇത് പുഴുങ്ങുന്നത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടതാ ഈ നെട്ടങ്ങോട്ട് ചെത്തിക്കളയും, കറയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് കളഞ്ഞിട്ട് വെറുതെ വരെ വരട്ടെ. ഇങ്ങനെ ഇട്ടായില്ലേ, മീനൊക്കെ വറക്കാൻ വേണ്ടി വരയിടുന്ന വരെ ഇങ്ങനെ വരട്ട് വെക്കുക, അത്രേ ഉള്ളൂ. പാത്തുമാത്ത നോക്കിക്കല്ലേ. അല്ല, ഇന്ന് ഞങ്ങളാണ് നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് പൊങ്ങി തരുന്നത്. എപ്പോഴും നിങ്ങളല്ലേ ചെയ്തരല്ലേ. ഇന്ന് ഞങ്ങള് ചെയ്യാം. കത്തി കയറാണ്ട് നമുക്ക് വേഗം ചെയ്യാം, കുറച്ചല്ലേ ഉള്ളൂ. ഇതൊക്കെ നല്ല പഴുത്തമാണ് കേട്ടോ. കത്തിക്ക് മൂർച്ചം കൂടിയല്ലോ, വേഗം വരുന്നുണ്ട്. അത്ര ബിയൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കുക, തിന്നാ സെറ്റ് ആക്കട്ടെ കേട്ടോ. സംഭവം സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ മാങ്ങയൊക്കെ വരഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതുവരെ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ നമുക്ക് ആവശ്യത്തിന് ഒരു 3 പീസ് വെല്ലം വെച്ച് കൊടുക്കുക. വെല്ലം മുങ്ങൂലേ? ഉണ്ട്, എന്തായാലും വെല്ലം ഉരുകിക്കോളും. വെല്ലം വെച്ചിട്ടുണ്ട്. ഇനി ഒരു നുള്ളു ഉപ്പല്ലേ പാത്തുമാത്ത? പാത്തുമാത്ത ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നുള്ളു പോരെ, കുറച്ച്. ഇനി മൂടി വെക്കല്ലേ. ഇനി വെല്ലൊക്കെ നല്ല ഇതിൽ ഒരുക്കി പിടിച്ച് നല്ല തിളച്ച് മറിഞ്ഞാല് നമ്മുടെ സംഭവം റെഡിയാവും അല്ലേ. നല്ലതാ. ഈയൊക്കെ നല്ല കത്തിച്ചിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം, നല്ലൊന്ന് തിളച്ച് മറിയട്ടെ. അപ്പൊ നമ്മൾ നാട്ടുമാങ്ങ വെല്ലത്തിൽ പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. ഇവരെ ചൂടാറാൻ വെച്ചട്ടോ. ഇപ്പൊ ചട്ടിയിൽ അടിയൊന്നും ചൂടില്ല, എന്നാലും ഉള്ളിൽ എപ്പോഴും ചൂടുണ്ടോന്ന് കുറച്ച് നോക്കി. ഇത് കഴിക്കാൻ റെഡിയായി നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ? ആ പാത്തുമാത്ത ചെറിയൊരു പാത്രത്തിണ്ട്. ആദ്യം ഇരിക്കുന്നത് ഫിനു ബി എല്ലാം നല്ല റെഡി ആയിട്ട് മറ്റേ സദ്യയൊക്കെ വന്നപ്പോ കഴിക്കാൻ നിൽക്കുന്നവര് ഇരിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് കാണിച്ചു കൊടുക്കാം. അയ്യോ, ആദ്യം ചവിട്ടി പോയോ. ചൂടെ കാറിയിട്ടുണ്ട്. ഇപ്പൊ ആവിയൊന്നും പോണില്ലല്ലോ പാത്തുമാത്ത. നേരത്തെ നല്ല ആവിയും. തണുക്കാൻ എത്ര നേരം വെച്ചറിയോ? ചൂടാറിയിക്കണേ. സംഭവം ഇതുപോലെ ഉണ്ടാവും കേട്ടോ. നല്ല ഇങ്ങനെ
അത് ഫാത്തിമാത്ത അറിയുന്നത് തണുക്കാൻ വെച്ചാല് ഒന്നുകൂടെ നമ്മളെ തേന് പോലെ ഇതാ ഈ ലൂസ് ഒന്നുകൂടെ ടൈറ്റ് ആവുന്ന അറിയുന്നല്ലേ. ആദ്യം ഒന്ന് ഫാത്തിമാത്ത കൊടുക്കട്ടെ. ഫാത്തിമാത്തക്ക് എത്ര വാങ്ങാണോ? 2 വാങ്ങാനല്ലേ? നീലനി വേണോ? എല്ലാവർക്കും വെള്ള വേണ്ട ഇതിന് വെള്ള ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ആദിക്ക് ചെറിയ മാങ്ങരാ, ആദിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അത് എന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കുന്നുണ്ട് ആദ്യം. പിന്നുവിനുള്ള മാങ്ങ എടുക്കട്ടെ. ചൂടുണ്ടോ? കുറച്ച് ചൂടൊക്കെ ഉണ്ടാവും കേട്ടോ. ഊതി അങ്ങനെ കഴിച്ചേ. ചൂടില്ല? ഒക്കെ ഒരു മാങ്ങ തരണി വേണമെങ്കിൽ തരട്ടെ ബിയ. അപ്പൊ രസം ഉണ്ട് ആദ്യം. ആദ്യം തിന്നിട്ടില്ല അല്ലേ? ആദ്യം എനിക്ക് ഇഷ്ടമില്ല. ചൂടാ? തിന്ന കഴിച്ചോ. ഞാനും ഒന്ന് എടുക്കട്ടെ. സംഭവേ നാട്ടുമാങ്ങ കിട്ടിക്കഴിഞ്ഞാല് പണ്ട് എന്റെ പാത്തുമാത്ത എനിക്ക് ഉണ്ടായി തരില്ലേ. പണ്ട് തന്നെ പാത്തുമാത്ത ഉള്ള സമയത്തൊക്കെ പീങ്ങി തരില്ലേ. കഴിക്കട്ടെ. ഞാനിത് എടുത്ത് നമ്മളെ ചട്ടി തന്നെ എടുത്തിട്ടോ. കുറച്ചും കൂടെ നീരെടുക്കട്ടെ. മാങ്ങനെക്കാട്ടിയും ടേസ്റ്റ് ഇതിന്റെ ആ നീരാ. ഇങ്ങനെട്ട് പിടിച്ചിട്ട് നല്ല മുക്കുക. എന്നിട്ട് എങ്ങനെ പിടിക്ക? ആദ്യം ഈ തോലും കൂടെ മുക്കിയിട്ട് ഇനിയാണ് പരിപാടി. മുക്കിയിട്ട് ഇതിന് ഏറ്റവും ടേസ്റ്റ് എങ്ങനെ അറിയോ? ഈ അണ്ടീനെ നല്ല ഇതിലിട്ട് മുക്കുക. അങ്ങനെ മുക്കിയിട്ട് എടുക്കുക. നല്ല തേന് മുക്കി കഴിക്കുന്നവരുണ്ട്. നീ കഴിച്ചില്ല? ഇവരിപ്പോ എന്താ ചോറ് തിന്നാലും ഇപ്പൊ തിന്നണേ. അത് കഴിക്കുക. മുക്കി കഴിക്കുക. എങ്ങനെയുണ്ട് ചെയ്യാ? സൂപ്പറാ. അപ്പൊ അത് മതാ. ഇനിമൊക്കെ അടുത്ത് വേറൊരു മാങ്ങണ്ട് വെക്കാൻ നമ്മളെ. അത് തിന്നണ കാണിച്ചു കൊടുക്കി. തിന്നണ കാണിച്ചു കൊടുക്കി. നല്ല ഇങ്ങനെ മുക്കിയിട്ട്. അതിലെന്തിനാ കയ്യിലൂട്ടിക്കണേ? എങ്ങനെയുണ്ട്? ഞാൻ അടുത്ത മാങ്ങ നട്ടെ. വേറൊരു മാങ്ങ ഞാൻ പെറുക്കിക്കൊണ്ടുവരാ. നമ്മളിവിടെ അല്ലേ, നമ്മൾ ഇല വെട്ടാൻ പോയിട്ട് നല്ല മാങ്ങ ഉണ്ട്. അത് മാതാ അത് കൊടുത്തിട്ട് ഒന്നും കൂടെ പോയിക്കണം കേട്ടോ. നിങ്ങളെന്നാ വരിക? നാളല്ല, ഞാനിനി അടുത്ത ആടിന് ഇല വെട്ടാൻ പോകുമ്പോ കറുന്തോടുന്ന് കൊണ്ടുവരും കേട്ടോ. അതിട്ട് ഞങ്ങൾ ഒന്നും കൂടെ പൊഴുകും. മാങ്ങയുടെ സമയത്ത് ഇങ്ങനെ തന്നെ നാട്ടുമാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഐറ്റം മാങ്ങ കറി ഉണ്ടാക്കും. പക്ഷെ കറി ഉണ്ടാക്കിയൊക്കെ ടേസ്റ്റ് നമുക്കിതാ വെന്നിട്ട് തോലിയ അതേ നോക്കി ഇതുപോലെ മുക്കിയിട്ട് അങ്ങനെ ചിലർക്ക് ഇത് വേണ്ട വെച്ചിട്ട് അതിപ്പോ ഞാൻ കഴിക്കുന്ന പാത്രം ആയതുകൊണ്ട് ഒന്നുകൂടെ മുക്കട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇതാണ് ഇതിന്റെ മെയിൻ. നമ്മൾ ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നുണ്ട്. ടേസ്റ്റ് വീഡിയോയുടെ നിർത്തണം. എല്ലാരും ഒരു ബൈ ബൈ കൊടുക്ക്. ഇത്രയേ ഉള്ളൂ ബൈ. എല്ലാരും തിന്നണ ഇറക്കല.